ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റ് ആട്ടോ, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ലേറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഫുൾ ലേറ്റായിരുന്നു. എല്ലാ ദിവസവും രാവിലത്തെ എല്ലാ പണിയും വേഗം കഴിയും. സൺഡേ അല്ലേ വെച്ചിട്ട് രണ്ടാളൊന്ന് കിടന്നുറങ്ങി ലേറ്റായി. അപ്പോൾ ഇനി ഓരോ കാര്യങ്ങളും ചെയ്യണം. ചായൻ്റെ പണി നോക്കണം, ചോറ് വെക്കണം, എല്ലാം ചെയ്യണം. അതിന് മുന്നേ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാം. ഇതെൻ്റെ അടുക്കള കേട്ടോ. ഇതാണ് അടുക്കള. അത്ര സൗകര്യമുള്ളൂ, ഉള്ളത് കൊണ്ട് ഒപ്പിക്കുന്നത്. അപ്പോൾ ഞാനൊരു പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ട്രേ പോലത്തത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം മീഷോയിൽ കുറേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ജനൽമേലൊന്നും വെക്കണ്ട, അതിന് സാധനങ്ങൾ വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് ജനൽമേൽ ഇങ്ങനെ കുറച്ച് പുല്ലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിത് ചെറിയൊരു ₹200 തോന്നുന്നു ഇതിൽ മീഷോന്ന് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കറാഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. ചായ എല്ലാം വെക്കാൻ, ചായയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ നല്ല ഒരിതാണ്. അപ്പോൾ കൂടാണ്ട് ഞാൻ വെച്ചു മീഷോന്ന് ഞാനൊരു ഇങ്ങനത്തെ ഒരു സാധനമായിട്ടുണ്ടായിരുന്നു, അരി ബോക്സ്. ഇങ്ങനെ സൂപ്പർ സാധനം കേട്ടോ. ഇങ്ങനെ അരി ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. 3 പാർട്ടീഷൻ ഉണ്ട്. ഞാൻ ഒന്നിൽ അരിയോ ഒന്നിൽ പച്ചരിയോ ആക്കിയിട്ട് വെച്ചു. അപ്പോൾ ചൈനക്കാരെ കണ്ടുപിടുത്താൽ നമുക്കൊരു ഉപകാരം വേണം. അപ്പോൾ നാഴിക്കളിയൊന്നും ഇല്ല. ഇനി അപ്പം കിച്ചണിൽ നാഴിക്കളിയൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ നല്ല ഇഷ്ടം. അടുക്കളയിൽ ഒന്നും ഒരു സാധനവും ഇല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കുന്ന എനിക്ക് ഇഷ്ടം. പക്ഷേങ്കിൽ സൗകര്യം കുറവായത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഒപ്പിക്കുന്നു. പിന്നെ നേരത്തെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞി അടുക്കളയാണ്. ഇതെല്ലാം കൊള്ളിക്കുന്നുണ്ട്, എല്ലാം കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി ഇതിലൊന്നും കൊള്ളിക്കാൻ ബാക്കിയില്ല. അപ്പോൾ ഇത് പുതിയ മിക്സി കേട്ടോ, എൻ്റെ പുതിയ മിക്സിയാണ്. അപ്പം ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തേക്ക് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചത് നമുക്ക് കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആണ്. അന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല, കുറേയായി ഇടാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ മീഷോ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലോങ് വീഡിയോ ഇടണ്ടെന്ന് വെച്ചിങ്ങനെ ആലോചിക്കുന്നത്, സമയം കിട്ടുന്നില്ല. ഓഫീസിൽ പോകണം, വീട്ടിലെ ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ ഓരോ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അതെല്ലാം കൊണ്ട് ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നെങ്കിലും എന്തെങ്കിലും ഇടാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോസൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഉപയോഗമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല സൺഡേ നല്ല ഫുൾ ക്ലീനിങ് ആണ്. ഫുൾ ക്ലീനിങ് എല്ലാം മൊത്തം ക്ലീനിങ് ആയിരിക്കും ഫുള്ള്. അപ്പോൾ എന്ന് പറയേണ്ട നമുക്കൊക്കെ ആകെ നൈറ്റാകുന്നു. അപ്പോൾ എന്തായാലും ഒരു ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാൻ വെച്ചാൽ സൺഡേ ഞാൻ എന്തായാലും ക്ലീനിങ് പരിപാടിയിലേക്കാണ് ചെയ്യാറ്. അപ്പം ഇനിയിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ പഴം ഉണ്ടാക്കി ഫുഡാക്കാമെന്ന് വെച്ചു. എല്ലാ ദിവസവും കറിയിലാക്കുന്ന ഇന്നൊരു വെറൈറ്റിക്ക് ആക്കാമെന്ന് വെച്ചു. അപ്പം ഇത് ഇവർക്ക് ഇഷ്ടം കിട്ടും പഴം വെച്ചാൽ അത് ചെയ്യാൻ കിട്ടും പഴം വെച്ച് അങ്ങനെ വെച്ചാൽ കുറച്ച് മാല വാങ്ങിച്ചിട്ട് മാലയുടെ കുറച്ച് ടൗണിൽ പോയിട്ട് ചിക്കൻ വാങ്ങാൻ വെച്ചു. ഇവർക്ക് ബിരിയാണി വാങ്ങിച്ചിട്ടൊന്നും വേണ്ട, ബിരിയാണി വേണ്ട. അപ്പോൾ ഞാൻ ചില ചോറും കറിയും ഒക്കെ സെറ്റാക്കാൻ വെച്ചു. പിന്നെ ഇന്നത്തെ ദിവസം ക്ലീനിങ്ങിലൂടെ എല്ലാം കാര്യങ്ങളും നടക്കും. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഒരു ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം കാണിക്കാനൊക്കെ വിചാരിച്ചു, പക്ഷേ അതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഇന്ന് പ്രാക്ടീസൊന്നുമില്ല, ഡാൻസ് പ്രാക്ടീസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പരിപാടിയുണ്ട്, നമുക്കിനി പ്രോഗ്രാം ഉണ്ട് 8 9 തീയതിയിലുള്ള പരിപാടി, ഫുൾ പരിപാടി ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫുൾ പരിപാടി ഫുൾ ദിവസം എടുക്കാത്തതും. പിന്നെ എന്തായാലും ടയർഡും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് പരിപാടിയിൽ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇങ്ങനെ വൈകുന്നേരം ഉച്ചയെല്ലാം ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമേ തീർന്നു നമ്മളത്. അപ്പോൾ നാളെ ഓഫീസ് പോകണം. നാളെ മൺഡേ ആണ്. ഓഫീസിൽ പോലും പിടിക്കലല്ലേ ഇനിയായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണ്. കുറേ ലോങ് വീഡിയോ ഇട്ടിട്ടെന്ന് വെച്ചിട്ട് മാത്രം വരുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ മീഷോയുടെ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ എപ്പോൾ ഇടണം എനിക്ക് വാച്ചവറൊക്കെ ഞാനിങ്ങനെ നോക്കാറില്ല. ഇപ്പം തീരെ സമയത്തൊന്നിനും ജോലിക്ക് പോകണം, കിച്ചൺ ഡ്യൂട്ടി, പിന്നെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം യൂട്യൂബിനെ നോക്കലേ ഇല്ല. അപ്പോൾ വീണ്ടും ഒന്നിലേക്ക് ആദ്യം വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് മേച്ച് പുട്ടും പഴവും ആക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് മാന്ത വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പോയിട്ട് ചിക്കൻ വാങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലാക്കിയത് സൺഡേ അല്ലേ, പിന്നെ ഇന്ന് ക്ലീനിങ് ചെയ്യണം കുറേ ഇതെല്ലാം. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു ഇതില്ല, ചെയ്യാനൊരു മൂഡില്ല. ഈ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ
കുറേ ആയി ഇവരെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ടാണ് കോമഡി അങ്ങനത്തെയൊക്കെ ചെയ്ത് സെറ്റാക്കുന്നത്. അപ്പം പ്രാക്ടീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ഇല്ല. നമുക്ക് ഇനി പരിപാടി ഉണ്ട് വരുന്നത്. ദിവസവും പരിപാടി എടുത്തില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഡെയിലി പരിപാടി എടുക്കും. പിന്നെ ഫെബ്രുവരി 8, 9 പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഉത്സവത്തിൻ്റെ കാലമല്ലേ, അപ്പം എന്തായാലും സീസണാകുമ്പോൾ നമുക്ക് എന്തായാലും പരിപാടിയൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ എൻ്റെ പോകും. ഡേ മൈ ലൈഫൊക്കെ ചെയ്യാതൊക്കെ സെറ്റാക്കിയിട്ട് ഞാനിന്ന് രാവിലെ എണീറ്റത്, പക്ഷേ നടന്നില്ല. ഇന്ന് സൺഡേ ഓൾറെഡി ലേറ്റാണ് നമ്മൾ എണീക്കുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പം ബാക്കി എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം എല്ലാ പണിയും കഴിയും. 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിയും. ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാവും. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി പിടിച്ച് വൈകുന്നേരം ആകുമ്പം വന്ന് പിന്നെയും വീണ്ടും ചായയും ഫുഡും ഒക്കെ ഇവർ ബേക്കറിയിൽ പോയി വന്ന് സമയം പോകും. അങ്ങനെ എല്ലാവർക്കും സൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കും, ലീവായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പണിയിടുക. നമുക്ക് സൺഡേ നമ്മളേക്ക് റെസ്റ്റ് എടുക്കുക, കുറച്ച് കഴിവില്ലാതെ വയ്ക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പണിയുണ്ടാകുക. അപ്പം ഒന്ന് പുതിയ വീട് എടുത്തിരുന്നത് വീട് പറഞ്ഞാൽ 5 വർഷമായി. ജൂലൈ 2 വന്നാൽ 5 വർഷം ആയി നമ്മൾ പുതിയ വീട് എടുത്തിട്ട്. ഞാൻ അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് വീടിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒക്കെ എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ഇപ്പം ഇതിനെപ്പറ്റി കുറച്ച് മാറി വന്നു. ഇപ്പോൾ ക്യാമറ എങ്ങനെ പിടിക്കണം എന്നൊക്കെ കുറേ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ എനിക്ക് തന്നെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എനിക്കത്ര വലിയ നല്ല അഭിപ്രായമായി തോന്നിയിട്ടില്ല എൻ്റെ ചാനൽ കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം നമുക്കൊരു തീരെ ഒരു മനസ്സില്ലാത്തത് ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, ബൈ.